NIA ആസ്ഥാനത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അർദ്ധ സൈനിക സേനാ വിന്യാസം ആ വഴികളിലെല്ലാം തന്നെ നടത്തിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ റാണയെ വളരെ കൃത്യമായി തന്നെ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ നടക്കുന്നു. അവിടെ ഒരു പ്രത്യേക തയ്യാറാക്കിയ സംവിധാനത്തിനകത്ത് ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഈ രാജ്യത്തെ അന്ന് നടത്തിയ തീവ്രവാദ ആക്രമണത്തെ അത് സംബന്ധിച്ചൊക്കെയുള്ള നിരവധി വിവരങ്ങൾ അന്ന് റാണ ഇനിയും പങ്കുവെക്കേണ്ടതുണ്ട്. അന്ന് നടത്തിയ ആക്രമണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ റാണ പുറത്തു വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇതിൽ നിന്ന് അന്ന് നടത്തിയ തീവ്രവാദ ആക്രമണത്തിന് വിട്ടുപോയ കണ്ണികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്ത കണ്ണികളുണ്ടെങ്കിൽ ലഭിക്കാത്ത വിവരങ്ങൾ പലതും പുറത്തു വരും എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഡൽഹിയിൽ കനത്ത സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നു. സൈനികർക്ക് അർദ്ധസൈനിക വിഭാഗങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള വിവരം. ഇന്നലെ ബുധനാഴ്ച ഇന്ത്യൻ സമയം 7 മണിയോടുകൂടിയാണ് അവിടെ നിന്ന് റാണയെ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നത്. ഏതാണ്ട് അല്പസമയത്തിന് മുൻപാണ് അവിടെ ഇപ്പോൾ റാണ ഈ ടെക്നിക്കൽ ഏരിയയിൽ എത്തിയിരിക്കുന്നത്. മെട്രോ ഗേറ്റുകൾ പൂട്ടിയിരിക്കുന്നു. സെക്യൂരിറ്റി പട്യാല കോടതിക്ക് സമീപം വളരെ ശക്തമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. മെട്രോ ഗേറ്റുകൾ പൂട്ടിയിരിക്കുന്നു. താൽക്കാലികമായി അവിടെ നിന്ന് ആളുകളെല്ലാം മാറി നിൽക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അവിടെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ അതീവ സുരക്ഷാ സംവിധാനം എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. അതീവ സുരക്ഷാ സംവിധാനം അവിടെ ക്രമപ്പെടുത്തിയിരിക്കുന്നു. ശക്തമായ സേനാ വിന്യാസം അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ ആ പ്രദേശങ്ങളിലുണ്ട്. NIA കോടതിയുടെ പരിസരങ്ങളിലുമെല്ലാം തന്നെ ശക്തമായ സേനാ വിന്യാസം നടത്തിയിരിക്കുന്നു. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1.5 പതിറ്റാണ്ടുകൾക്ക് ശേഷം രാജ്യത്ത് 166 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരകനെ കടുത്ത പരിശ്രമങ്ങൾക്ക് ഒടുവിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് രാജ്യത്തിൻ്റെ നയതന്ത്ര വിജയം, രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ വിജയം, അന്വേഷണ സംഘത്തിൻ്റെ വിജയം, റാണയുടെ പങ്ക് കൃത്യമായി അമേരിക്കയെ ബോധ്യപ്പെടുത്താനും ഇതുപോലുള്ള ആക്രമണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിൻ്റെ വിവരങ്ങൾ ധരിപ്പിക്കാനും കഴിഞ്ഞു എന്നതിൻ്റെ വിജയം. അങ്ങനെ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അതീവ അഭിമാനകരമായ ഒരു നിമിഷം. ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. ഏതായാലും ഒരു സംയുക്ത സംഘം, അത് NIA-യുടെ ഉദ്യോഗസ്ഥരുണ്ടാകും, റോ അംഗങ്ങളുണ്ടാകും. ഇവരെല്ലാം ചേർന്നാണ് റാണയെ ഇനിയും ചോദ്യം ചെയ്യുക. ഈ സംഘങ്ങളെല്ലാം ചേർന്ന് തന്നെയാണ് റാണയെ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഇവിടെ ഡൽഹി കോടതിയിൽ ആദ്യം ഹാജരാക്കും എന്നാണ് വിവരം. അതിനുശേഷമായിരിക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുക എന്നാണ് മനസ്സിലാകുന്നത്. അതിനുവേണ്ടിയൊക്കെയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. നമുക്കറിയാം, ഈ പാകിസ്ഥാൻ വംശജനായ റാണ അവിടെ ജനിക്കുകയും പിന്നീട് അവിടുത്തെ സൈനിക സേവനം അനുഷ്ഠിക്കുകയും പിന്നീട് സൈന്യത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കാനഡയിലേക്ക് മാറുകയും കാനഡിയൻ പൗരൻ എന്ന നിലയിൽ പൗരത്വം സമ്പാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസ് എന്ന ഒരു ഏജൻസി നടത്തുകയും ആളുകൾക്ക് വേണ്ടിയുള്ള ഇമിഗ്രേഷൻ സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നതിൻ്റെ മറവിലാണ് പല തീവ്രവാദികൾക്കും ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെയുള്ള സംവിധാനം ഒരുക്കിക്കൊടുത്തത്. അങ്ങനെയാണ് ഈ ദാവൂദ് ഗിലാനി എന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ഇയാൾക്ക് നേരത്തെ തന്നെയുള്ള പരിചയം വീണ്ടും പുതുക്കുകയും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സഹായം നൽകുകയും ചെയ്തത്. ലഷ്കർ ഇ തായ്ബയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടും എന്നാണ് വ്യക്തമാകുന്നത്. ഹർക്കത്തുൽ ജിഹാദ് ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ NIA ശേഖരിക്കുന്നുണ്ട്. അന്നത്തെ ഈ തീവ്രവാദ ആക്രമണത്തിന് പിന്നിൽ അവരുടെ പങ്കിനെക്കുറിച്ചും ഇന്ന് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. 2009 ഈ 2009 ഇയാൾ അവിടെ ഡേവിഡ് ഹെഡ്ലി അറസ്റ്റിലാകുന്നത്. അന്ന് നിരവധി കുറ്റകൃത്യങ്ങളിൽ ഡേവിഡ് ഹെഡ്ലിക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടിരുന്നു. അതേപോലെ തന്നെ ഈ റാണയ്ക്കും നിരവധി തീവ്രവാദി ആക്രമണങ്ങളിൽ പങ്കുണ്ട് എന്ന സംശയം നേരത്തെ തന്നെ അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഇതിൻ്റെ നിയമ നടപടികൾ അവിടെ നേരിട്ടുകൊണ്ട് ഇരിക്കുകയുമായിരുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഈ തീവ്രവാദ ആക്രമണത്തിന് അപ്പുറത്തേക്കുള്ള വിവരങ്ങൾ കൂടി രാജ്യത്തിന് ലഭിക്കും എന്നുറപ്പാണ്. ഇതാദ്യമായാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വളരെ കൃത്യമായ ഒരു ചോദ്യം ചെയ്യലിന് റാണയെ വിട്ടുകിട്ടുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇനിയും
ചോദ്യം ചെയ്യൽ നടപടികൾക്ക് റാണ വിധേയനാകേണ്ടി വരും. ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയമാണ്. മുംബൈ ഭീകരാക്രമണ കേസിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരനായ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചു കഴിഞ്ഞു. അല്പസമയം മുമ്പാണ് അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ തഹാവൂർ റാണയും ഉള്ള പ്രത്യേക സംഘം ഇവിടെ എത്തിയത്. 6 CBI ഒപ്പം NIA ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ അമേരിക്കയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി തഹാവൂർ റാണയുടെ ഹർജി തള്ളുകയും ഇന്ത്യയിലേക്ക് വിടാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്ത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. തഹാവൂർ റാണ ഇന്ത്യയിലെത്തിക്കുന്നു, പ്രത്യേക വിമാനത്തിൽ എത്തിച്ചിരിക്കുന്നു. അതീവ സുരക്ഷാ സംവിധാനത്തോടെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തോടു കൂടി തന്നെ ഇവിടെ എത്തിക്കുന്നു. അല്പസമയത്തിനകം ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് വേണം കരുതാൻ. തഹാവൂർ റാണ ഇന്ത്യയിൽ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മനു, തഹാവൂർ റാണ ഇന്ത്യയിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ഓർക്കണം. നേരത്തെ ശ്രീ ലോക്നാഥ് ബെഹ്റയൊക്കെ പറഞ്ഞതുപോലെ ഇയാളുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓർക്കണം. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായുള്ള ഇയാളുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ ഈ വളരെ പെട്ടെന്ന് ഈ വിഷയങ്ങളിലൊക്കെ ഒന്ന് പറഞ്ഞു വെക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2008 ഇത്തരത്തിൽ ഒരു ആക്രമണം നടക്കുന്നത്. അത് 4 ദിവസത്തോളം മുംബൈയുടെ പല കേന്ദ്രങ്ങളിലായി ആക്രമണം നടന്നു. 10 ലഷ്കർ ഇ തൈബ തീവ്രവാദികളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. 12 കേന്ദ്രങ്ങളിലെന്ന് വെടിവെപ്പ് നടന്നു. 4 ദിവസത്തെ ആക്രമണമാണ് രാജ്യത്തിൻ്റെ പ്രധാന വ്യാവസായിക കേന്ദ്രമായ മുംബൈയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് താജ് ഹോട്ടലിൽ നടന്ന ആക്രമണവും നമുക്ക് അറിയാവുന്നതാണ്. തുടർന്നാണ് ഇന്ത്യൻ കമാൻഡോകൾ ഈ തീവ്രവാദ സംഘത്തെ വധിക്കുന്നത്. അതിനുശേഷം ഒരാളെ ജീവനോടെ പിടികൂടുകയും ചെയ്യുന്നു. അതാണ് അന്ന് ഇന്ത്യൻ സേനയുടെ ഒരു വിജയമായി നമ്മൾ കണ്ടിരുന്നത്. അവർ മറ്റ് തീവ്രവാദ അംഗങ്ങളെല്ലാം വകവരുത്തുന്നു, ഒപ്പം ഒരാളെ ജീവനോടുകൂടി പിടിക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് ഈ അജ്മൽ കസബിനെ ഇന്ത്യ 2012 പൂനെയിൽ വെച്ച് വിചാരണയ്ക്ക് ശേഷം കുറ്റക്കാരനാണെന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നത്. ഏതായാലും അന്നത്തെ ഈ ആക്രമണത്തിൽ 166 പേർക്ക് ജീവൻ നഷ്ടമായി. നമ്മുടെ സൈനികർക്ക് അവരുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. പക്ഷേ ഈ തീവ്രവാദികളെ മുഴുവൻ വകവരുത്തുന്നതിന് കഴിഞ്ഞു. ഒരാളെ ജീവനോടെ പിടികൂടുകയും മറ്റെല്ലാവരെയും മുഴുവനായും വകവരുത്തുന്നതിനും ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു എന്നതാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. പിന്നീടാണ് ഇതിൻ്റെ അന്വേഷണ ഘട്ടങ്ങളിലേക്ക് കടന്നത്. 2011 NIA ഇത് സംബന്ധിച്ച ഒരു വിശദമായ കുറ്റപത്രം പട്ടേല ഹൗസ് കോടതിയിൽ NIA പ്രത്യേക കോടതിയിൽ സമർപ്പിക്കുന്നത്. അതിനുശേഷം ഒരു അനുബന്ധ കുറ്റപത്രം 405 പേജുള്ള ഒരു അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ രണ്ടിലും ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും അതുപോലെ തഹാവൂർ ഹുസൈൻ റാണ എന്ന ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടുള്ള ഈ തീവ്രവാദ സംഘത്തിൻ്റെ കണ്ണിയെയും സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ അന്ന് ഈ കുറ്റപത്രങ്ങളിൽ നൽകിയിരുന്നു. തുടർന്ന് ഇയാളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഇന്ത്യ പരിശ്രമങ്ങൾ ആരംഭിച്ചു. 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ പരിശ്രമങ്ങൾ വിജയപ്രാപ്തിയിലെത്തുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഇതിൽ മനസ്സിലാക്കണം. ഏതായാലും ഒരു പ്രത്യേക വിമാനത്തിൽ ഇയാളെ ഇപ്പോൾ പാലം ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെ അതീവ സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഒപ്പം ഇയാളെ ചോദ്യം ചെയ്യുന്നതിനായി ഒരു പ്രത്യേക ഇൻട്രോഗേഷൻ സെൽ തയ്യാറാക്കിയിരിക്കുന്നു. ആദ്യം കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും ഈ ഇൻട്രോഗേഷൻ സെല്ലിൽ എത്തിക്കുക. തുടർന്ന് എങ്ങനെയാണ് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ഇയാളുടെ പരിചയം, എന്തൊക്കെ തരം ബന്ധങ്ങളുണ്ട്, ലഷ്കർ ഇ തൈബയുടെ ചില ട്രെയിനിങ് ക്യാമ്പുകളിൽ ഈ ഡേവിഡ് കോൾമാൻ പങ്കെടുക്കുകയൊക്കെ ചെയ്തത് പ്രത്യേകിച്ച് 2002 2005 ഇടയിലാണ് അത്തരം പങ്കെടുക്കലുകൾ ഉണ്ടായിരുന്നത്. അതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ കൂടുതൽ ലഭിക്കും എന്ന് വ്യക്തമാണ്. ഏതായാലും ഇന്ത്യയുടെ മുതിർന്ന അഭിഭാഷകനായ ധ്യാൻ കൃഷ്ണനാണ് NIA പ്രത്യേക നിയമസംഘത്തെ നയിക്കുക. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ മറ്റ് അഭിഭാഷകരും ഇതിന് ഒപ്പം ഉണ്ടാകും. ഡൽഹിയിലെ മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരനെ അതിന്റെ വിചാരണയ്ക്കായി വിവിധ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു എന്ന വാർത്ത കുറച്ച് മണിക്കൂർ മുമ്പാണ് പുറത്തു വന്നത്. CBIയെ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രവർത്തിച്ചിട്ടുള്ള അഭിഭാഷകൻ നരേന്ദർ മന്നയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവുക എന്നുള്ളതാണ്. 3 വർഷത്തേക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നരേന്ദർ മന്നയെ നിയമിച്ചതായി ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമടക്കം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഈ ഡൽഹിയിലെത്തിയ ശേഷം NIA ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം.
തുടർന്ന് വെർച്വലായി കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുക എന്നുള്ള പ്രൊസീജിയറിലേക്കാണ് കാര്യങ്ങൾ പോവുക. തിഹാർ ജയിലിൽ ഇയാളെ പാർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. ജയിലിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, അതീവ സുരക്ഷാ വലയം ഒരുക്കിയായിരിക്കും ഇയാളെ തിഹാർ ജയിലിൽ പാർപ്പിക്കുക. അത് ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ, അതായത് ഒരുപാട് പേർക്ക് ഇയാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലക്ഷ്യങ്ങളുള്ള ഒരു ക്രിമിനൽ കൂടിയാണ്. സ്വാഭാവികമായും അതനുസരിച്ചുള്ള സംരക്ഷണം കൂടി ഇയാൾക്ക് ഒരുക്കേണ്ട ബാധ്യതയുണ്ട് നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്നുള്ളതാണ്. ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി കരാർ പ്രകാരം ഇതിന് നമ്മൾ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. നാൾ വഴികൾ ഉണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ട ഒരു പരിശ്രമമാണ് ഇന്ത്യയുടേത്. ആ വഴികളിലേക്ക് നമുക്കൊന്ന് ഓർത്തെടുക്കാം. യെസ്, ഇത്തരത്തിൽ കുറ്റവാളികളെ കൈമാറുന്നതിനെ സംബന്ധിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ധാരണാപത്രം നേരത്തെ തന്നെ ഒപ്പുവെച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2018 ഇതിനുള്ള ശ്രമങ്ങൾ രാജ്യം ആരംഭിക്കുന്നത്. കാരണം അവിടെ ഈ ഡേവിഡ് കോൾമാനും അതുപോലെ ഈ തഹാവൂർ ഹുസൈൻ റാണയും അവിടെ കേസിൽ വിചാരണകൾ നേരിടുകയായിരുന്നു. അതിനുശേഷം അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും പിന്നീട് അവർക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ത്യയിൽ നടന്ന ഈ വലിയ തീവ്രവാദി ആക്രമണത്തിന് പിന്നിൽ ഇവരുടെ പങ്ക് രാജ്യം അമേരിക്കയെ ധരിപ്പിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ അത് മന്ദഗതിയിൽ പോയി എന്ന ആരോപണം ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ശക്തമായ ഒരു ആവശ്യം 2018 ശേഷം ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ അവരെ ഈ റാണയെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിനുവേണ്ടി പ്രത്യേക തയ്യാറെടുപ്പുകൾ ഉദ്യോഗസ്ഥർ നടത്തുന്നു. അവിടെ കോടതിയെയും അഭിഭാഷകരെയും നിയമജ്ഞരെയും ഒക്കെ ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ അവരുമൊക്കെയായി നടത്തുന്നു. തുടർന്ന് ഇയാൾ വിട്ടുകിട്ടാനുള്ള നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നു. ഇതിനെ തുടർന്നാണ് തഹാവൂർ റാണ അവിടെ US കോടതിയെ സമീപിക്കുന്നത്. തന്നെ കൈമാറ്റം ചെയ്യാൻ അനുവദിച്ചുകൂടാ എന്ന് അങ്ങനെ ആവശ്യപ്പെടുന്നു. പക്ഷേ അത് പറ്റില്ല എന്ന ഒരു നിലപാട് രാജ്യം എടുക്കുന്നു. തുടർന്ന് US കോടതി ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ചില നിർദ്ദേശങ്ങൾ കോടതി അവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശാരീരികമായ പീഡനത്തിന് ഇയാളെ ഇരയാക്കരുത് എന്ന് തുടങ്ങിയ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് ഇയാളെ കൃത്യമായ വിചാരണ നടപടികൾക്ക് എത്തിക്കും എന്നാണ് രാജ്യം ഉറപ്പ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, റാണയുടെ പങ്കിനെ സംബന്ധിച്ച കൃത്യമായ ഒരു അന്വേഷണവും വിവരവും തങ്ങളുടെ പക്കലുണ്ട് എന്നും ഇന്ത്യ ഗവൺമെൻറ് അവിടുത്തെ അന്വേഷണ ഏജൻസികളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇനി റാണയെ ലഭിക്കുന്നതോടുകൂടി ഈ ഡേവിഡ് കോൾമാനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അടുത്ത നടപടികൾ ഡേവിഡ് കോൾമാനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഇന്ത്യ ഏതായാലും ഇതിൽ ശക്തമായ നരേന്ദ്രമാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായും അതുപോലെ പ്രത്യേക അഭിഭാഷകനായി ഇവിടെ ധ്യാൻ കൃഷ്ണനും എത്തുന്നു. ഇന്ത്യ വളരെ ശക്തമായ ഒരു നിയമ നടപടിയിലേക്ക് തന്നെ കടക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു. ഈ റാണയെ സംബന്ധിച്ചുള്ള ഏറെക്കുറെ വിവരങ്ങളെല്ലാം ഇന്ത്യ നേരത്തെ തന്നെ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. തിരിച്ചു വരാം മനു. ഏതായാലും നമുക്ക് ഈ വാർത്തയിൽ നിൽക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് തിരിച്ചു വരാം. അല്പസമയം മുമ്പാണ് തഹാവൂർ റാണ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഇനി വെർച്വലായി ഇയാളെ കോടതിക്ക് മുന്നിൽ എത്തിക്കും. വെർച്വൽ ആകും. അതിനുശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തിഹാർ ജയിലിൽ ഇയാളെ പാർപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ള വിവരം കൂടിയുണ്ട്.